ഹായ്, ഇന്നേ ചായക്കൊരു വെറൈറ്റി ആട്ടോ. നമ്മുടെ പത്തിരിപ്പൊടി നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയ ബോളാക്കി എടുത്തിട്ട് ഒരു വിരൽ വെച്ചിട്ട് ചെറുതാക്കിയിട്ട് നടുക്കിൽ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ ഇഡ്ഡലി തട്ടിൽ ഓയിൽ തേച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്കായിട്ട് കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ചിക്കൻ മാറ്റി വെച്ചപ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു വലിയ ഉള്ളി, ഒരു തക്കാളി, ഉപ്പിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കട്ടെ. അടിപൊളി ടേസ്റ്റ് ആയിട്ടോ. അങ്ങനെ ഉണ്ടാക്കി നോക്കണം എല്ലാവരും ചിക്കൻ കിട്ടുമ്പോഴേ. നമ്മളതാ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നാളികേരം എന്താ അങ്ങനെ കിട്ടിയതട്ടോ. പൂണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. കൂടെ ഞാൻ പെരിഞ്ചീരകം ഇട്ടിട്ട് നന്നായി അരച്ച് വന്നിട്ടുണ്ട്. ഇത് ചിക്കൻ കറിക്ക് ആവശ്യത്തിനുള്ളതാണ്. ഇതാ നമ്മുടെ തട്ടിൽ ആവിയിൽ വെച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചിട്ട് ഉണ്ടാക്കണുള്ളപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ചെറിയ ഉള്ളി, ആ മല്ലിപ്പൊടി മൂപ്പിച്ചെടുക്കാൻ മാത്രം പാകത്തിനുള്ളത്. വെളുത്തുള്ളി, ഇഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ കൂടെ തന്നെ. അത് കൊത്തി അരിഞ്ഞതാണ്. നമ്മളിത് ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ചിട്ട്. പിന്നെ ലേശം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായി മൂത്ത് വന്നതിന് ശേഷം കേട്ടോ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളത് ചിക്കൻ വെന്ത് വന്നത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഈ അരപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ അരപ്പും തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ആവിയിൽ വെച്ച ആ സംഭവം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കണം. ഇവിടെ അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇതാകുമ്പോൾ നമ്മളൊരു ചായക്കൊക്കെ കുറച്ച് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.